നമസ്കാരം. മലയാള സിനിമയുടെ ചരിത്ര വഴികളിലേക്ക് സ്വാഗതം. റിയലിസത്തിന്റെ തീവ്രമുഖത്തെ സ്വന്തം രചനകളിൽ സന്നിവേശിപ്പിച്ച പുരോഗമന സാഹിത്യകാരനായിരുന്നു പി കേശവദേവ്. അദ്ദേഹം മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ചിത്രം സുരേഷ് ഗോപിയുടെ അരങ്ങേറ്റ ചിത്രം. നായക കഥാപാത്രമായി സത്യൻ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച ചിത്രം. ഈ നിലകളിലൊക്കെ ശ്രദ്ധേയമായിരുന്നു 1965 പുറത്തിറങ്ങിയ ഓടയിൽ നിന്ന്. തിരുമേനി പിക്ചേഴ്സിന്റെ ബാനറിൽ KS സേതുമാധവൻ സംവിധാനം ചെയ്ത ചിത്രം സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള ആളുകളെ കഥാപാത്രങ്ങളാക്കുക, അതുപോലെ നിസ്സാരങ്ങളെന്ന് കരുതുന്ന സംഭവങ്ങളിൽ നിന്ന് പോലും ഹൃദയസ്പർശിയായ ജീവിത മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കുക, അത്തരം കാര്യങ്ങളിൽ ദത്തശ്രദ്ധനായിരുന്നു പി കേശവദേവ് എന്ന എഴുത്തുകാരൻ. ഓടയിൽ നിന്ന് എന്ന രചനയിലെ നായക കഥാപാത്രത്തെ കണ്ടെത്തിയതും അങ്ങനെ തന്നെയാണ്. ഒരു റിക്ഷാവലിക്കാരനാണ് നായകൻ. യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം ആ കഥാപാത്രത്തെ കണ്ടെത്തിയത്. അദ്ദേഹം കൊല്ലത്ത് ചിന്നക്കടയിൽ ഒരു ലോഡ്ജിൽ താമസിച്ചു വരുന്ന കാലം 1940കളാണ്. നഗരത്തിൽ നിരവധി റിക്ഷാവലിക്കാരുണ്ട്. കൂട്ടത്തിൽ ഒരാളിൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധ പതിഞ്ഞു. അയാളെ മനസ്സിൽ കണ്ടാണ് ഓടയിൽ നിന്നിലെ നായക കഥാപാത്രമായ റിക്ഷാവലിക്കാരൻ പപ്പുവിനെ അദ്ദേഹം സൃഷ്ടിക്കുന്നത്. ഇവിടെ നിന്നോ വന്ന് ആർക്കോ വേണ്ടി ജീവിതം ഹോമിച്ച ഒരു കഥാപാത്രം. ഉള്ളവനെന്നും ഇല്ലാത്തവനും എന്ന വിവേചനം, അനീതി, അത്തരം കാര്യങ്ങളിലൊക്കെ മനം മടുത്ത് നാടും വീടും ഉപേക്ഷിച്ച് നഗരത്തിലെത്തിയതാണ് പപ്പു. എന്നാൽ നഗരത്തിലും അയാളെ കാത്തിരുന്നത് ജീവിതത്തിന്റെ വൈകൃത മുഖങ്ങളാണ്. റെയിൽവേ പോർട്ടർ ജോലി, ബീഡി തെറുപ്പ്, സോഡ കച്ചവടം, നെയ്ത്ത്, അത്തരം വിവിധങ്ങളായ ജോലികളിൽ ഏർപ്പെട്ട് ഒടുവിൽ ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിന് വേണ്ടി റിക്ഷാവലിക്കാരനായി അയാൾ മാറുന്നു. അയാൾ അവിചാരിതമായി ലക്ഷ്മി എന്ന കുട്ടിയെ കണ്ടുമുട്ടുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവളുടെ പരിപാലനം അയാൾ ഏറ്റെടുക്കുന്നു. എന്നാൽ വളരുംതോറും ലക്ഷ്മി അയാളുടെ നിയന്ത്രണങ്ങൾക്ക് അതീതയായി മാറുന്നു. തൻ്റെ ഇടവും തന്നിഷ്ടവും അവളെ മറ്റൊരു വഴിയിലൂടെ നയിക്കുന്നു. നല്ല മനസ്സിനുടമയായ, അതേസമയം കഠിനാധ്വാനിയായ പപ്പു ഈ കഠിനാധ്വാനം തന്നെ അയാളൊരു നിത്യരോഗിയാക്കി മാറ്റുന്നു. തൻ്റെ തെറ്റുകളൊടുവിൽ ലക്ഷ്മി തിരിച്ചറിയുന്നു. അതേസമയം തന്നെ ആർക്കും ഒരു ശല്യക്കാരനാകാൻ പപ്പു ആഗ്രഹിക്കുന്നതുമില്ല. പി കേശവദേവിൻ്റെ മാസ്റ്റർ പീസ് രചനയായ ഓടയിൽ നിന്ന് സിനിമയാക്കുമ്പോൾ അതിൻ്റെ നായക വേഷത്തിലേക്ക് സത്യനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. KR വിജയായിരുന്നു ലക്ഷ്മി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. കവിയൂർ പൊന്നമ്മ, പ്രേം നസീർ, അടൂർ ഭാസി, SP പിള്ള, തിക്കുറിശ്ശി സുകുമാരൻ നായർ തുടങ്ങിയൊരു താരനിര തന്നെ ചിത്രത്തിലുണ്ടായിരുന്നു. വയലാർ ദേവരാജൻ ടീമിൻ്റെ 7 ഗാനങ്ങളൊക്കെ ശ്രദ്ധേയമായിരുന്നു. പി ലീല പാടിയ അമ്പലക്കുളങ്ങര കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി, രേണുക പാടിയ അമ്മേ 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 നമ്മുടെ അമ്പിളിമാമൻ എപ്പോൾ വരും, പി സുശീല പാടിയ കാറ്റിൽ ഇളങ്കാറ്റിൽ, ഈ ഗാനങ്ങളടക്കം എല്ലാ ഗാനങ്ങളും ശ്രദ്ധേയമായിരുന്നു. സുരേഷ് ഗോപി ഈ ചിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ 6ാമത്തെ വയസ്സിലാണ് ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. ജന്മിയുടെ മകൻ്റെ വേഷമായിരുന്നു അദ്ദേഹത്തിന്. മികച്ച സാമ്പത്തിക വിജയം നേടിയ ചിത്രം. അതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായ ഭാഷകളിൽ റീമേക്ക് ചെയ്യപ്പെട്ടു. തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ ചിത്രം റീമേക്ക് ചെയ്തു. സത്യൻ മലയാളത്തിൽ അഭിനയിച്ച കഥാപാത്രത്തെ തമിഴിൽ ശിവാജി ഗണേശനും, തെലുങ്കിൽ അക്കിനേനി നാഗേശ്വര റാവുവും, ഹിന്ദിയിൽ രാജേഷ് ഖന്നയുമാണ് അവതരിപ്പിച്ചത്. സ്വാഭാവിക അഭിനയത്തിൻ്റെ കാര്യത്തിൽ സത്യൻ്റെ അടുത്തെത്താൻ ഈ 3 നടന്മാർക്കും കഴിഞ്ഞില്ല. ചിത്രം ദേശീയ തലത്തിലും ശ്രദ്ധിക്കപ്പെട്ടു. മികച്ച പ്രാദേശിക ചിത്രത്തിനുള്ള പുരസ്കാരം ഓടയിൽ നിന്ന് കരസ്ഥമാക്കി. മലയാള സിനിമയുടെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.